ഹലോ വെൽക്കം ടു മൈ ചാനൽ. കുറേ ആയില്ലേ നമ്മൾ കണ്ടിട്ടില്ല. എല്ലാ വീഡിയോൻ്റെ ഇൻട്രോ ഞാൻ ഇത് തന്നെയാണ് പറയുക. കാരണം ഒരു വീഡിയോ കഴിഞ്ഞ് ഒരു 2 ആഴ്ച 3 ആഴ്ച 4 ആഴ്ച കഴിഞ്ഞിട്ടായിരിക്കും അടുത്ത വീഡിയോ ഇടുന്നത്. പിന്നെ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിൻ്റെ മുന്നേ ഇതൊക്കെ ഭയങ്കര ഈസി ആയിട്ട് ഫീൽ ചെയ്തൊരു സംഭവമായിരുന്നു. ഇത് തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് വീഡിയോ എടുത്താൽ മാത്രം പോരാ, ഇത് ഒന്നാമത് എടുത്ത് തരാനേ ആളില്ല. പിന്നെ നമ്മളിപ്പോൾ ഇനിയിപ്പോൾ സ്വന്തമായിട്ട് സെൽഫി സ്റ്റിക്കും അല്ലെങ്കിൽ സെൽഫിയൊക്കെ എടുത്തൊരു വീഡിയോ ഉണ്ടാക്കിയാൽ തന്നെ അത് എഡിറ്റ് ചെയ്യാൻ അറിയില്ല. ഇനിയിപ്പോൾ കഷ്ടപ്പെട്ട് നമ്മൾ അറിയുന്ന രീതിയിൽ എഡിറ്റ് ചെയ്താൽ തന്നെ അത് പോസ്റ്റ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ഫോർമാലിറ്റീസ് വേറെ. ഇതൊക്കെ കഴിഞ്ഞൊരു വീഡിയോ ആയി വരുമ്പോഴേക്ക് ഇത്രയും പണിയുണ്ട് എന്നുള്ള കാര്യം നമ്മളിത് തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത്. ഇത് ഞങ്ങൾ 2-3 ആഴ്ച മുന്നേ ഒരു സൺഡേ വെറുതെ ഔട്ടിങ്ങിന് പോയതാണ്. ഞങ്ങൾ ഈ ഔട്ടിങ്ങിന് പോകുകയെന്ന് പറയുമ്പം കൂടുതലും ഈ മാളിലും ടൗണിലും തിരക്കുള്ള സ്ഥലങ്ങളിലേക്കും പോകുന്നതിന് പകരം ഇതുപോലുള്ള കാം ആൻഡ് ക്വയറ്റായിട്ടുള്ള നല്ല ഭംഗിയുള്ള ഏതെങ്കിലും പാടങ്ങളുണ്ടെങ്കിൽ അവിടെയാണ് ഞങ്ങൾ പ്രിഫർ ചെയ്യുക. ഇതൊക്കെ എങ്ങനെയോ ഞങ്ങൾ കണ്ടുപിടിച്ചൊരു സ്ഥലമാണ്. ഇത് വീടിൻ്റെ തൊട്ടടുത്തൊന്നല്ല, ഒരുപാട് ദൂരെയാണ്, എത്രയോ കിലോമീറ്റർ ദൂരെയാണ്. ഞങ്ങളൊരു ദിവസം ഇതിൽ ഇങ്ങനെ പാസ് ചെയ്ത സമയത്ത് പിന്നെ ഞങ്ങൾക്ക് വേറൊരു സ്വഭാവം കൂടെ ഉണ്ട്. ഏതെങ്കിലും ഇപ്പോൾ റോഡിന് പോകുമ്പോൾ അവിടുന്ന് ഏതെങ്കിലും പോക്കറ്റ് റോഡൊക്കെ കാണുമ്പോൾ വെറുതെ കയറി നോക്കും. അങ്ങനെ കയറി നോക്കിയപ്പോൾ കണ്ടുപിടിച്ച ഒരു പാടാണിത്. അങ്ങനെ ഒരു ഒഴിവുള്ള ദിവസം കുട്ടികളൊക്കെ ആയിട്ട് അവിടേക്ക് പോയി. പിന്നെ ഫിഷിങ് എന്ന് പറഞ്ഞാൽ എൻ്റെ വീഡിയോ കാണുന്നവർക്ക് മൊത്തം അറിയാം. അത് അച്ഛനും മോനും ഒരു എന്താ പറയുക, എൻ്റെ ഹസ്ബൻഡും മോനും അതൊരു പ്രാന്താണ്. ഇപ്പോൾ കണ്ടില്ലേ ഈ മണ്ണിരേനെ ഒക്കെ കോർക്കുന്നത് കണ്ടില്ല നിങ്ങൾ, എത്ര ഈസി. അതൊക്കെ കാണുമ്പോൾ തന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ അറപ്പ് വരും. എന്നാലും പിന്നെ ഇവരെ കൂടി ഇത് കണ്ട് ശീലമായി എന്ന് വേണമെങ്കിൽ പറയാം. ഇവർ എപ്പോൾ ഞങ്ങളെ കാറിൽ സ്ഥിരമായിട്ട് എല്ലാവരും കാറിൽ എമർജൻസി കിറ്റ് സൂക്ഷിക്കുന്നതിന് പകരം ഞങ്ങൾ എപ്പോഴും ഞങ്ങളെ കാറിലുണ്ടാവും ഫിഷിംഗ് റോഡ്, പിന്നെ ചൂണ്ട, എന്തെങ്കിലും മൈദപ്പൊടി, വെളിച്ചെണ്ണ, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് ഞങ്ങളെ കാറിലുണ്ടാവുക. കാരണം എന്താ, എവിടെയാണോ വെള്ളം കാണുന്നത് അപ്പോൾ അവർക്ക് മീൻ പിടിക്കണം. അപ്പോൾ അങ്ങനത്തെ ഒരു കഥയാണ് ഇവരെ കഥ. അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്നിരുന്നു. പക്ഷേ സാധാരണ രീതിയിൽ ഇവരെ കൂടെ മീൻ പിടിക്കാനൊക്കെ പോയി കുറച്ചൊക്കെ എനിക്ക് ഭ്രാന്താവലുണ്ട്. പക്ഷേ ഈ സ്ഥലം എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് പോരാനേ തോന്നിയില്ലായിരുന്നു. അത്ര കാം ആൻഡ് ക്വയറ്റ്, പച്ചപ്പുള്ള, ഇത്ര ഭംഗിയുള്ള ഒരു സ്ഥലം എനിക്ക് ക്യാപ്ചർ ചെയ്യാൻ അത്രയ്ക്ക് അറിയാത്തത് കൊണ്ട് എൻ്റെ വീഡിയോയിൽ നിങ്ങൾക്ക് എത്രത്തോളം അത് ഭംഗിയായിട്ടുള്ള സ്ഥലമായിട്ട് തോന്നുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. പക്ഷേ നല്ലൊരു ക്യാമറയും നല്ല എന്താ പറയുക, ക്യാപ്ചർ ചെയ്യാൻ അറിയുന്ന ഒരാൾ ആണെങ്കിൽ ഈ സ്ഥലത്തിൻ്റെ അത്രയും ഭംഗി നിങ്ങളെ കാണിക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കുറേ നേരം ഞങ്ങൾ അവിടെ ഇരുന്നിട്ട്, കാരണം വെയിലും പിന്നെ വരുന്നില്ല, കാരണം അത്രയും മരങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് കുറേ സമയം ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ കുറേ കുട്ടികൾ വന്നു അവിടുന്ന്. അപ്പോൾ ഒരു എന്താ പറയുക, കുളിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ അവർ ചാടി കുളിക്കുന്നത് കണ്ടപ്പോഴൊക്കെ ഭയങ്കര വെള്ളത്തിൽ ഇറങ്ങാൻ കൊതിയാവും. അത്ര ക്ലിയർ വാട്ടറായിരുന്നു. പക്ഷേ നല്ല ആഴമുണ്ട് എന്നാണ് കുട്ടികൾ പറഞ്ഞു. ആഴം എന്ന് പറഞ്ഞാൽ 2-3 ആളെ ഹൈറ്റിൽ ആഴമുണ്ട്. ഇതൊരു ഡാം പോലെ കെട്ടി വെച്ചിട്ടുണ്ട് ആ ഭാഗത്ത്. അപ്പോൾ അതുകൊണ്ട് അത്രയും ആഴമുണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഇതിലുള്ള മീനുകളൊക്കെ ഭയങ്കര നാടൻ വെറൈറ്റി മീനുകളായിരുന്നു. മറ്റേ എന്താ പറയുക, കോട്ടി, പള്ളത്തി, നെറ്റിമാൻ, പരൽ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ കുറേ കിട്ടി കേട്ടോ. പിന്നെ ഞാനും മോളും കൂടെ കുറേ അവിടെ നിന്ന് വീഡിയോ ഒക്കെ എടുത്ത്, നല്ല രസമുള്ള സ്ഥലമല്ല, അപ്പോൾ വീഡിയോ എടുക്കാനൊക്കെ പറ്റിയ ഒരു ആംബിയൻസ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എന്നെ വേഗം വിളിച്ചപ്പോൾ പോയി നോക്കിയപ്പോൾ എന്താ ഒരു ഞണ്ടിനെ കിട്ടിയിട്ട് കാണിക്കാൻ വേണ്ടി വിളിച്ചതാണ്. പക്ഷേ ഞാനത് വീഡിയോ എടുക്കുമ്പോഴേക്ക് ഞണ്ടിൻ്റെ വഴിക്ക് ചാടിപ്പോയി. അങ്ങനെ വീണ്ടും ഞങ്ങൾ അവിടുന്ന് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ട് അവിടുന്ന് തിരിച്ചു പോന്നു. ഇങ്ങനെയായിരുന്നു ഞങ്ങളുടെ ഒരു സൺഡേത്തെ ഔട്ടിങ്. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ്.